തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെടുകയോ കൊച്ചിയിൽ നിരോധിക്കപ്പെടുകയോ മാത്രമല്ല, മലബാറിലും അത് നിരോധിക്കപ്പെട്ട കൃതിയായിരുന്നു. അത്രയ്ക്ക് സ്ഫോട സ്വഭാവമുള്ള ഒരു ഉള്ളടക്കം അതിനുണ്ട്. യഥാർത്ഥത്തിൽ ഈഴവരുടെ സ്വതന്ത്ര സമുദായ സങ്കല്പം എന്താണോ ആ സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ മതമില്ലാതെ റഷ്യ മുന്നോട്ട് പോയി, മതമില്ലാതെ യൂറോപ്പിലെ പല രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നു. അങ്ങനെ മതമില്ലാതെ മുന്നോട്ട് പോകാൻ തെളിവാണ് റഷ്യ എന്ന് പറഞ്ഞിട്ടാണ് സ്വതന്ത്ര സമുദായത്തെ ചർച്ച ചെയ്യുന്നത്. ഒരു തരത്തിലും ബ്രാഹ്മണ മതം എന്ന് പറയുന്നതുമായിട്ട് ഈഴവർക്ക് ഒത്തുചേർന്ന് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഊന്നൽ. അതുകൊണ്ടാണ് ഇതിലെ പല അധ്യായങ്ങളും ബ്രാഹ്മണ മതത്തിൻ്റെ ദൗർബല്യങ്ങളെ, അതിൻ്റെ കൊള്ളരുതായ്മകളെ. 33-ലാണ് ശരിക്കും പറഞ്ഞാൽ SNDP സ്വതന്ത്ര സമുദായ പ്രഖ്യാപനം നടത്തുന്നത്. SNDP പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വതന്ത്ര സമുദായ പ്രഖ്യാപനം. ഈ പുസ്തകത്തിൻ്റെ 2-ാം പതിപ്പിന് എഴുതിയ അവതാരികയിൽ പറയുന്നൊരു കാര്യം SNDPയെ കുറിച്ചാണ്. SNDP ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് ഒരു രാജദ്രോഹ പ്രസ്ഥാനമാണ്. 1934-ലാണ് സ്വതന്ത്ര സമുദായം എന്ന് പറഞ്ഞ പുസ്തകം മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച് പുറത്തിറങ്ങി. പറയുന്നത് E. മാധവൻ വടക്കേക്കര എന്നുള്ള പേരിലാണ്, പറവൂരിൽ നിന്നാണ് ഈ പുസ്തകം ആദ്യമായിട്ട് അച്ചടിച്ചിട്ട് പുറത്തിറങ്ങി. അത്യാവശ്യം നല്ല വിലയായിരുന്നു. 1 രൂപയാണ് ഇന്ന് വിലയിട്ടത്. 1200 കോപ്പി ഉണ്ടായിരുന്നു എന്നാണ് ആദ്യത്തെ. വളരെ പെട്ടെന്ന് അച്ചടിച്ച് തീരും ചെയ്തു. വ്യാജ കോപ്പികൾ ധാരാളം ഉണ്ടായിരുന്നു. അതിനകത്ത് മലയാളത്തിൽ വളരെ രസകരമായ ഒരുപാട് പ്രത്യേകതകളൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, മലയാള പ്രസിദ്ധീകരണങ്ങൾ ആദ്യമായിട്ട് ലെനിൻ്റെ ചിത്രം അച്ചടിച്ചത് ഈ സ്വതന്ത്ര സമുദായത്തിലാണെന്നാണ് MK കുമാരൻ പറയും. അദ്ദേഹം ഒരിക്കൽ ഒരു സ്മരണികയിൽ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല, എങ്കിലും തൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിടത്തോളം അത് ആദ്യത്തെ പുസ്തകത്തിലാണെന്നാണ് പറയും. മറ്റൊരു രസകരമായ വാചകം, ലെനിൻ്റെ ചിത്രം അച്ചടിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെയും കൂടി അതിൻ്റെ എഴുതി: കൃഷ്ണനും ബുദ്ധനും ക്രിസ്തുവിനും മുഹമ്മദിനും നൽകാൻ കഴിയാത്ത സംതൃപ്തിയും സമാധാനവും മർദ്ദിത ലക്ഷങ്ങൾക്ക് നൽകിയ നേതാവ്. ഇതാണ് ലെനിൻ്റെ പുസ്തകത്തിൻ്റെ താഴെ എഴുതിയിരുന്ന രസകരമായൊരു വാചകം. അപ്പം ഇങ്ങനെ വളരെ പ്രത്യേകതകളുള്ള, ഇപ്പോൾ 34-ന് ശേഷം പിന്നെ 74-ലെ മറ്റോ സാഹിത്യ അക്കാദമി അച്ചടിച്ചിറക്കി. ആ പുസ്തകമാണ് പിന്നീട് പ്രചാരത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഇതിപ്പോൾ 3-4 പ്രസിദ്ധീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രാഥമികമായ. വേറെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത, 34-ൽ SNDP യോഗത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു E. മാധവൻ. കേരളത്തിൽ അന്ന് തിരുവിതാംകൂറിലും കൊച്ചിയിലും രാജഭരണമാണ്. മദ്രാസ് പ്രവിശ്യയിൽ, മലബാർ ഉൾപ്പെടുന്ന മദ്രാസിൽ ബ്രിട്ടീഷ് ഭരണമാണ്. പക്ഷേ ഈ 3 സ്ഥലങ്ങളിലും നിരോധിക്കപ്പെട്ട പുസ്തകം. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു അപൂർവതയാണ്. ഏതെങ്കിലും ഒരു തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെടുകയോ കൊച്ചിയിൽ നിരോധിക്കപ്പെടുകയോ മാത്രമല്ല, മലബാറിലും അത് നിരോധിക്കപ്പെട്ട കൃതിയായിരുന്നു. അത്രയ്ക്ക് സ്ഫോട സ്വഭാവമുള്ളൊരു ഉള്ളടക്കം അതിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് MK കുമാരൻ പറഞ്ഞത് ഒരു വിപ്ലവത്തിൻ്റെ, ഒരു വലിയൊരു പൊട്ടിത്തെറിക്ക്, ഒരു വിപ്ലവത്തിന് ചാലിട്ട പുസ്തകമാണിതെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉള്ളടക്കം ബാബു അത് കുറേ കൂടി സൂക്ഷ്മമായിട്ട് കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ഉള്ളടക്കത്തിൻ്റെ ഒരു ഈ വിസ്ഫോടകമായ ഒരു സ്വഭാവം ഇന്ന് ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പുസ്തകം യഥാർത്ഥത്തിൽ, ഞാൻ ഈ പുസ്തകത്തിന് ഒരു സമ്മിശ്രമായ രീതിയിലാണ് ഞാനിത് നോക്കിക്കാണുന്നത്. പുസ്തകത്തിൻ്റെ പേര് സ്വതന്ത്ര സമുദായം എന്നാണ്. യഥാർത്ഥത്തിൽ ഈഴവർ മുന്നോട്ട് വെച്ച സ്വതന്ത്ര സമുദായം എന്നൊരു കൺസെപ്റ്റ് ഇതിലില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പോരായ്മ. അതായത് ഈഴവരുടെ സ്വതന്ത്ര സമുദായത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ പിന്നീട് കണ്ടത് ഈ പുസ്തകത്തിലൂടെയാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, യഥാർത്ഥത്തിൽ ഈഴവരുടെ സ്വതന്ത്ര സമുദായ സങ്കല്പം എന്താണോ ആ സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം വായിച്ചാൽ പോരാ. ഈ പുസ്തകത്തിൽ അതില്ലെന്നുള്ളതാണ് ഒരു പ്രശ്നം. മറിച്ച് ഇത് ഈഴവരുടെ സ്വതന്ത്ര സമുദായ സങ്കല്പങ്ങളിൽ ചിലരുടെ അഭിപ്രായങ്ങളാണ് ഈ പുസ്തകത്തിൽ. പക്ഷേ ചരിത്രത്തിൽ വളരെ കുറവ് മാത്രം പരാമർശങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ അധികം പരാമർശങ്ങളൊന്നും ഇല്ല. ഞാൻ അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയപ്പോൾ കുറച്ച് പരാമർശങ്ങൾ മാത്രമേ പല സ്ഥലങ്ങളിൽ, പഴയ യുക്തിവാദി, പിന്നെ ചില ആളുകളുടെ ഓർമ്മക്കുറിപ്പുകളിൽ, ഗൗരിയമ്മയുടെ ഓർമ്മക്കുറിപ്പിൽ ഒരു പാരഗ്രാഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ അത്. എങ്കിലും സ്വതന്ത്ര സമുദായത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഈ പുസ്തകം നമ്മൾ ഉപകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രശ്നം. ഞാനിതിനെക്കുറിച്ച് ലേഖനം എഴുതാൻ ആലോചിച്ച സമയത്ത് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, സ്വതന്ത്ര സമുദായം എന്ന പുസ്തകത്തിൽ ഇല്ലാത്ത സ്വതന്ത്ര സമുദായം
എന്ന് പറഞ്ഞായിരിക്കും ഹെഡിങ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ശരിക്ക് വളരെ രസകരമായൊരു സമൂഹമാണ്. പലതരത്തിൽ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഈഴവ കമ്മ്യൂണിറ്റി വളരെ രസകരമായൊരു സമൂഹമാണ്. 34-ലാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. ഈ പുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈഴവരുടെ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യത്തിൽ നിന്നാണ് യഥാർത്ഥ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഈഴവർക്കിടയിൽ കടന്നു വരുന്നത്. എം.കെ. കുമാരൻ പറയുന്നുണ്ട്, സ്വതന്ത്ര സമുദായം, നമ്മളെല്ലാവരും സ്വതന്ത്ര സമുദായത്തെക്കുറിച്ച് പറയുന്ന ആളുകളൊക്കെ ആവർത്തിക്കുന്ന ഒരു വാചകമാണ്, പുതിയ കാലത്ത് ആവർത്തിക്കുന്ന വാചകമാണ്. സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നത് ഈഴവരെ കുറിച്ചാണ് പറയുന്നത്. അതെല്ലാവർക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ ആളുകളെല്ലാം പറയാത്തൊരു കാര്യം, യഥാർത്ഥത്തിൽ സ്വതന്ത്ര സമുദായ വാദം എന്തായിരുന്നു? ഇതൊരു വാദമായി അംഗീകരിക്കുകയാണെങ്കിൽ ഈ സ്വതന്ത്ര സമുദായവാദം എന്ന് പറയുന്ന പല വാദങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. ഒറ്റ വാദത്തിലുള്ളത് ഇതൊരു സ്വതന്ത്ര സമുദായവാദം. ഇനി ഈ പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ ഈ പുസ്തകം യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നത് മതങ്ങൾക്കെതിരാണ്. റഷ്യയെക്കുറിച്ചുള്ള ഏറ്റവും പഴയ നമ്മളുടെ പഠനങ്ങളൊക്കെ കടന്നു വരുന്നത് 30കളിൽ നമ്മൾ നോക്കിയാൽ 30കളിൽ സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ ആളുകളുടെയൊക്കെ യുക്തിവാദി മാസികയിൽ ഇതിനെക്കുറിച്ച് 3 പരാമർശങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 30കളിലാണ് ആ പരാമർശങ്ങളുള്ളത്. ഇത് അച്ചടിച്ച് ഇറങ്ങിയ ഉടനടി ഉണ്ടാകുന്ന പരാമർശങ്ങൾ ഒക്കെ. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ എന്തുകൊണ്ട് സ്വതന്ത്ര സമുദായത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു നോക്കുമ്പോൾ റഷ്യയായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്കൽ പോയിന്റ്. അപ്പം റഷ്യ ഫോക്കൽ പോയിന്റ് ആവാൻ നോക്കുമ്പോൾ അത് സോഷ്യലിസം അല്ല യഥാർത്ഥത്തിൽ അവരുടെ ഫോക്കൽ പോയിന്റ്. മറിച്ച് മതമില്ലാതെ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ഈ പുസ്തകത്തെ അവർ മുന്നോട്ട് വയ്ക്കുക. അല്ല, മതമില്ലാതെ റഷ്യ മുന്നോട്ട് പോയി, മതമില്ലാതെ യൂറോപ്പിലെ പല രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നു. അങ്ങനെ മതമില്ലാതെ മുന്നോട്ട് പോകാൻ തെളിവാണ് റഷ്യ എന്ന് പറഞ്ഞിട്ടാണ് സ്വതന്ത്ര സമുദായത്തെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ അതിനകത്തുള്ളൊരു ഞാൻ നോക്കിയെടുത്തോളം ആ സമയത്ത് കേരളീയ സമൂഹത്തിനകത്ത്, കേരളമായിട്ടില്ല, ഈ 3 പ്രവിശ്യകൾ ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിനകത്ത് പ്രബലമായിരുന്ന ഒരു ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണ്. ആ സമയത്ത് കേരളീയ സമൂഹത്തിനകത്ത്, കേരളമായിട്ടില്ല, ഈ 3 പ്രവിശ്യകൾ ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിനകത്ത് പ്രബലമായിരുന്ന ഒരു ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണ്. ഈഴവർ അങ്ങനെ ഹിന്ദു സമുദായത്തിൻ്റെ ഭാഗമല്ല എന്ന് സ്ഥാപിക്കുകയാണ്. ഈഴവർ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റിയാണ്. ഈഴവരങ്ങനെ നായർ സമുദായത്തെ പോലെ ബ്രാഹ്മണരെ സേവിച്ച് നടക്കേണ്ടവരല്ല. ഈഴവർ പല രീതിയിലുള്ള അവശത നേരിടുന്നുണ്ട്, അടിമത്തം നേരിടുന്നുണ്ട്. ഒരു തരത്തിലും ബ്രാഹ്മണ മതം എന്ന് പറയുന്നതുമായിട്ട് ഈഴവർക്ക് ഒത്തുചേർന്ന് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഊന്നൽ. അതുകൊണ്ടാണ് ഇതിലെ പല അധ്യായങ്ങളും ബ്രാഹ്മണ മതത്തിൻ്റെ ദൗർബല്യങ്ങളെ, അതിൻ്റെ കൊള്ളരുതായ്മകളെ, അതിൻ്റെ വേദങ്ങളടക്കമുള്ള അതിൻ്റെ ടെക്സ്റ്റുകളോടുള്ള വിയോജിപ്പുകളെ, ഒരു യുക്തിവാദത്തിൻ്റെ നിലപാട്, യുക്തിവാദ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ കാണുന്നത്. ശാസ്ത്രീയമായൊരു വീക്ഷണം കൂടി അതിനകത്തുണ്ട്. കാരണം കുറേ കൂടി ആധുനികമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ ശൈശവ വിവാഹം, സതി, ഈ യജ്ഞ സംസ്കാരം, അയിത്തം തുടങ്ങിയ പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ആ കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെക്കുറിച്ച് വിമർശനപരമായിട്ട് എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇപ്പം മേയോയുടെ പുസ്തകത്തെക്കുറിച്ച് പരാമർശിച്ചു. ബോംബെയിലെ അംബേദ്കർ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്ന പൊതു കുളങ്ങളിൽ കുളിക്കാനും പൊതു കിണറുകളിൽ നിന്ന് വെള്ളം എടുക്കാനും പൊതുതരത്തിലൂടെ നടക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഈ വളരെ ആഴത്തിൽ സ്വാധീനം ഉണ്ടാക്കിയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ, സാമൂഹിക വിപ്ലവ പ്രസ്ഥാനങ്ങൾ, അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം, അതിനെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം കേരളീയ സമൂഹത്തിനകത്ത് വന്ന വളരെ മിലിറ്റൻ്റായ, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെയൊക്കെ പ്രവർത്തനത്തിന് പിന്നാലെ വന്ന വളരെ മിലിറ്റൻ്റായ ഒരു ഇടപെടൽ, ഈഴവരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു മിലിറ്റൻ്റായ ഒരു ഇടപെടൽ, ഈഴവർ വേറിട്ട് നിൽക്കേണ്ട സമൂഹമാണെന്നുള്ള തോന്നൽ, കായികമായി തന്നെ സവർണരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കണം എന്നുള്ളൊരു ഉറച്ച ചിന്താഗതി, അങ്ങനെ അതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത് വളരെ മിലിറ്റൻസി ഉള്ള, വളരെ സമരോത്സുകമായ ആശയങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് എൻ്റെ ഊന്നൽ ഈഴവരങ്ങനെ ഒരു ഹിന്ദു സമുദായത്തിൻ്റെ ഭാഗമോ ബ്രാഹ്മണരുടെ ദാസ്യ വേല ചെയ്യേണ്ടവരോ അല്ല. അത് ഈഴവർക്ക് അതിൻ്റെതായ ഒരു കരുത്തുണ്ട്. അതിൻ്റെ ഒരു മേഖലയിൽ ആ നിലയ്ക്കുള്ളൊരു വികാസം ഈഴവ സമുദായത്തിന് വേണം എന്നൊരു തോന്നൽ അതിശക്തമായിട്ട് ഈ പുസ്തകം പ്രസരിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്. അതോടൊപ്പം നമ്മളിതിനെ
ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ കുറച്ചും കൂടി സമുദായങ്ങളുടെ ഒരു സ്വഭാവത്തിൽ നിന്ന് വിലയിരുത്തുന്നതാണ് കുറച്ചും ശരി എനിക്ക് തോന്നുന്നത്. പക്ഷേ കാരണം ഈ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഒരു ഹിന്ദു മത വിമർശനമോ ഹിന്ദു മതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സമുദായം എന്ന രീതിയിൽ സങ്കല്പമാണെന്ന് സത്യമാണ്. അതാണ് അതിൻ്റെ കാഴ്ചപ്പാട്. അവിടെ അവർ മുന്നോട്ട് വെച്ചിരുന്നത്, അതായത് സ്വതന്ത്ര സമുദായം എന്നുള്ള പുസ്തകമല്ല അത് ആക്ച്വലി മുന്നോട്ട് വയ്ക്കുന്നത്, ഈഴവരിലെ സ്വതന്ത്ര സമുദായ പ്രസ്ഥാനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, അപ്പം അതുള്ള ഞാനൊരു ഡിവിഷൻ നമുക്ക് വേണം. സ്വതന്ത്ര സമുദായം എന്താണോ എന്ന പുസ്തകം എന്താണോ പറയുന്നത്, ഈഴവരുടെ സ്വതന്ത്ര സമുദായത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണോ, ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ്. അതാണ് ഈ പുസ്തകം. പക്ഷേ പിൽക്കാലത്ത് ഈ പുസ്തകം വായിച്ച ആൾക്കാർ എന്താ വെച്ചാൽ ഈഴവരുടെ സ്വതന്ത്ര സമുദായ സങ്കല്പം ഇതിൽ നിന്നാണ് വായിക്കുന്നത്. അതിലൊരു ശരികേടുണ്ട്. കാരണം ഈഴവരുടെ സ്വതന്ത്ര സമുദായ സങ്കല്പം ഇതിൽ നിന്ന് നമുക്ക് വായിച്ചാൽ കിട്ടൂല. അത് ഡിഫറൻ്റ് ആയിട്ടുള്ള സാധനം. ഉദാഹരണം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുമത വിമർശനം ഈഴവർ ആരംഭിക്കുന്നത്, ഈഴവർ നേരത്തെ ആരംഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈഴവർ ഹിന്ദുക്കളാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് 20കളിലാണ്. 20കളിൽ തന്നെ SNDP 16 ശ്രീനാരായണ ഗുരു ഇതിൽ ഈഴവരെ ആരെ വേണമെങ്കിലും SNDP ചേർക്കാമെന്ന് പറയും. അതേ ഘട്ടത്തിൽ തന്നെ ശ്രീനാരായണ ഗുരു താൻ ഇനി മുതൽ SNDP അല്ല എന്ന് തീരുമാനം എടുക്കുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 20കളിൽ തന്നെ ജാതിയും മതമൊന്നും ഇല്ലാതെ തന്നെ SNDP ചേർക്കാൻ തീരുമാനം എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഘട്ടം കഴിയുന്നതോടുകൂടി ഈ ഒരു 27 ഒക്കെ വരുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, ഈഴവർ ഒരു ജാതിയല്ല മതവും അല്ലാത്തൊരു സമുദായമാണ്. അത് ഒരു സമുദായത്തിനെ കുറിച്ചുള്ള ചില ആലോചനകൾ ആരംഭിക്കുന്നുണ്ട്. ഈഴവർ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ഈഴവർ ആദ്യമായി അഭിമുഖീകരിക്കുന്ന 20 കാലത്താണ്. അപ്പോൾ അവരുടെ മുന്നിലൊരു പ്രശ്നമാണ്, നമ്മൾ ആരാണ്? അപ്പോൾ അവരാലോചിച്ചു, നമ്മളൊരു ജാതിയാണ്. നമ്മൾ ജാതിയല്ല. ശ്രീനാരായണ ഗുരു പറയുന്നത് നമ്മളൊരു ജാതിയല്ല, നമ്മൾ ഒരു മതമാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലേ നമ്മളൊരു മതമല്ല. അങ്ങനെ ഒരുപാട് ആലോചനകൾ ഈഴവർക്കിടയിൽ, അത് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, നമ്മൾ ജാതിയിലും മതത്തിലും പെടുന്നില്ല. ഇത് ഈഴവരും പറയുന്നുണ്ട് വേറൊരു തരത്തിൽ. ശ്രീനാരായണ ഗുരു പറയുന്ന ഇതിന് ഡിഫറൻ്റ് ആയ രീതിയിൽ ഈഴവർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ന് ഈ പുസ്തകം ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈഴവരിലെ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന സങ്കല്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സാധനം. ഇപ്പോൾ ആദ്യം സ്വതന്ത്ര സമുദായ സങ്കല്പം എന്ന് പറയുന്ന രീതിയിൽ ഇത് മുന്നോട്ട് വയ്ക്കുന്നത് മിതവാദി കൃഷ്ണനാണ്. അതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന രീതിയിൽ ആളുകൾ കാണുന്നത്. ഈ പുസ്തകം എഴുതുന്ന സമയത്ത് തന്നെ അദ്ദേഹം കോഴിക്കോട് വരികയും ശ്രീകൃഷ്ണനെ കാണുകയൊക്കെ ചെയ്തു. ഈ പുസ്തകത്തിന് അവതാരിക അദ്ദേഹമാണ് എഴുതിയത്. അപ്പോൾ മാത്രമല്ല ഇതിൽ വേറെ തമാശ, ഇതിൽ ബാക്കി എല്ലാ ആളുകളും എഴുതിയിട്ടുള്ള യുക്തിവാദികളും കൂടിയാണ്. അങ്ങനെ വേറെ. പക്ഷെ ശ്രീകൃഷ്ണനും സ്വതന്ത്ര സമുദായം എന്നുള്ള ബന്ധം മനസ്സിലാക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ പ്രശ്നം നമുക്ക് മനസ്സിലാവും. അതായത് ശ്രീകൃഷ്ണൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം ഒരു 30കളിൽ മുന്നേ തന്നെ ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈഴവരൊരു സ്വതന്ത്ര സമുദായമാണെന്ന്, അവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കണമെന്നുള്ള ആവശ്യം ഇദ്ദേഹം 2-3 സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുകയും ചെയ്യുന്നൊരു കാലം. ഇതിനിടയിൽ 30കളിൽ തന്നെ ഈ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു. 35-ൽ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് അത്. 35-ൽ അദ്ദേഹം ലണ്ടനിലേക്ക് ഒരു വിദ്യാർത്ഥി, ആ സമയത്തിൽ ചാവക്കാട് ഒരു വിദ്യാർത്ഥി ലണ്ടനിൽ പഠിക്കുന്നു. അപ്പം അദ്ദേഹത്തെ കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് അവിടുത്തെ അത്തോൾ പ്രഭുവിനെ, അത്തോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂക്ക് ഓഫ് അത്തോൾ, അദ്ദേഹത്തിനെ കാണാനും അതുപോലെ ലേബർ പാർട്ടിയിലെ നേതാക്കന്മാരെ കണ്ടിട്ട് ഈഴവർക്ക് പ്രത്യേക നിയോജകമണ്ഡലം വേണമെന്നൊരു ആവശ്യമില്ല. അപ്പോൾ ആ സമയത്ത് അത്തോൾ പ്രഭു പറയുന്നത് വെച്ചാൽ അതൊരു ശരിയായ ആവശ്യമല്ല, നിങ്ങൾ സാധാരണ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും, അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വതന്ത്ര സമുദായമാണെന്നും ഈഴവർ ഹിന്ദുക്കളല്ല എന്നുള്ള പൊസിഷൻ മലബാറിലും അതുപോലെ തന്നെ കൊച്ചിയിലും വളരെ ശക്തമായി ഉന്നയിച്ച ആൾ മിതവാദി കൃഷ്ണനാണ്. മിതവാദി കൃഷ്ണൻ അത് മാത്രമല്ല ചെയ്തിരുന്നത്. അവിടെയാണ് നമ്മൾ ഇത് തമ്മിൽ വ്യത്യാസം കാണുന്നത്. അദ്ദേഹം കുറേ ലേഖന മത്സരങ്ങൾ ഈ കാലത്ത് ഇറങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ ചെയ്ത നമ്മുടെ പ്രഭാകരേട്ടൻ കുറേ കാലം മുമ്പ് കണ്ടെടുത്ത ഒരു പുസ്തകമാണ് ഈഴവരുടെ അഭിവൃദ്ധി മാർഗങ്ങൾ എന്നുണ്ട്. 34 അതിനെയാണ് ആ പുസ്തകം ഇറങ്ങുന്നത്. ഈ ഈഴവരുടെ അഭിവൃദ്ധി മാർഗങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെ ഈഴവർ ഹിന്ദുമതം വിടണം എന്നാണ് അത് പറയുന്നത്. അതിലവർ വെച്ചൊരു കാഴ്ചപ്പാട് സ്വതന്ത്ര സമുദായത്തിൻ്റെ കാഴ്ചപ്പാടല്ല. സ്വതന്ത്ര സമുദായത്തിൻ്റെ കാഴ്ചപ്പാട് എല്ലാവരും മതം വിടണം എന്നുള്ള കാഴ്ചപ്പാട്. ആർക്കും മതം എന്ന് പറയുന്നത് സംഘടിത മതങ്ങൾ തെറ്റാണ്, എല്ലാവരും മതങ്ങൾ വിടണം, മതമില്ലാത്തൊരു ലോകം സൃഷ്ടിക്കണമെന്നാണ് സ്വതന്ത്ര സമുദായം. റഷ്യയിൽ നിന്ന് ആവശ്യപ്പെട്ടതും അതാണ്, റഷ്യയിൽ നിന്ന് അവർ ആഗ്രഹിച്ചതും അതാണ്. അതുകൊണ്ടാണ് റഷ്യയാണ് ഇതിൻ്റെ ഒരു ആസ്ഥാനം. പക്ഷേ സോഷ്യലിസ്റ്റ് ലോകമാണ് അവരുടെ താല്പര്യം. ആ സമയത്ത് ഇവിടുത്തെ സ്വതന്ത്ര സമുദായവാദികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ കണ്ടിരുന്നത് ബുദ്ധമതത്തെയാണ് അതിൻ്റെ ഒരു ബേസ് ആയിട്ട് കണ്ടിരുന്നത്. അതായത് അവർ പറയുന്നത് മതമുണ്ടാകാം, വിശ്വാസങ്ങൾ ഉണ്ടാകാം, ഇവർ പറയുന്നത് നിങ്ങളൊരു സനാതനിയാവട്ടെ, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കട്ടെ, നിങ്ങളൊരു സ്വതന്ത്ര സമുദായമായിട്ട്
നിൽക്കണം എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ ജീവിതം ഒരു ബുദ്ധമതാനുസാരണമായ ജീവിതം, കക്കരുത്, മോഷ്ടിക്കരുത്, അങ്ങനെ പലതരം അരുതായികകൾ, ഇന്ന കാര്യങ്ങൾ ചെയ്യരുന്നുള്ള ഈ അരുതായികളൊക്കെ വെച്ചുകൊണ്ട് ഒരു ജീവിത രീതിയായിട്ട് ബുദ്ധമത തത്വങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന രീതിയായിട്ട് അവർ കാണുകയും അങ്ങനെ ഹിന്ദുമതത്തിന് പകരം മറ്റൊരു ജീവിത രീതി തിരഞ്ഞെടുക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ കോട്ടായി കുമാരൻ, ശ്രീനാരായണഗുരുവിൻ്റെ നേതാവ്, ശ്രീനാരായണഗുരുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വലിയ ദൈവത്തെ പോലെ കണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം നിരീശ്വരവാദിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അരയമ്പറമ്പിൽ ഗോവിന്ദൻ വലപ്പാട് പ്രദേശത്തുള്ള ഒരാളാണ്. അങ്ങനെ കുറേ ആളുകൾ ആ കാലത്ത് ഈ ഇതിൻ്റെ. അപ്പം ഈ ശ്രീകൃഷ്ണൻ ആ സമയത്ത് വലിയ പ്രബന്ധ മത്സരങ്ങൾ നടത്തും. ഈ പ്രബന്ധ മത്സരങ്ങളിൽ പോത്തേരി കുഞ്ഞമ്മക്ക് പങ്കെടുത്തിട്ടുണ്ട്. ഈ പ്രബന്ധ മത്സരങ്ങളുടെ വിഷയം എന്താ വെച്ചാൽ ഹിന്ദു മതം എങ്ങനെ വിടാം, ഇതാണ് പ്രധാനപ്പെട്ട. മിക്കവാറും എല്ലാ പ്രബന്ധ മത്സരങ്ങളുടെയും വിഷയം എങ്ങനെ ഹിന്ദു മതത്തിൽ നമ്മൾ പുറത്തു വരാം, ഹിന്ദു മതത്തിൽ പുറത്തു വരണമെങ്കിൽ എന്ത് ചെയ്യണം, പുറത്തു വന്നാൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വെച്ചിട്ടുള്ള കുറേ മത്സരങ്ങൾ മിതവാദി നടത്തും. അപ്പോൾ അവരുടെ ഒക്കെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇതൊരു സമുദായമാണ്. ഈ സമുദായത്തിൽ എല്ലാ ജാതിയെ എതിർക്കുന്ന എന്നാൽ മതവിശ്വാസികളായ ആളുകൾക്ക് പോലും ഇടമുള്ള ഒരു സമുദായത്തെക്കുറിച്ചാണ് അവർ ആലോചിച്ചത്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് സ്വതന്ത്ര സമുദായത്തിന് ശ്രീകൃഷ്ണൻ പോലും മുന്നോട്ട് വെച്ചിരുന്നത്. അത് ബുദ്ധമതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഈ സ്വതന്ത്ര സമുദായത്തിൽ ബുദ്ധമതത്തെക്കുറിച്ചുള്ള പരാമർശം വരുന്നത് ഒരു ഘട്ടത്തിൽ ബുദ്ധമതത്തിൽ ഉണ്ടായിരുന്നു, ബുദ്ധമതക്കാരായിരുന്നു ഈഴവർ എന്ന് പറയുന്ന ചരിത്രം ഉണ്ട് എന്നൊരു പരാമർശമല്ലാതെ മറ്റു രീതിയിലുണ്ട്. അപ്പോൾ ഈഴവരുടെ സ്വതന്ത്ര സമുദായ പ്രസ്ഥാനവും ഈ മാധവന്റെ സ്വതന്ത്ര സമുദായ സങ്കല്പവും രണ്ടാണ്. ഈഴവരുടെ സ്വതന്ത്ര സമുദായ പ്രസ്ഥാനത്തിൽ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര സമുദായമായും ജാതിയെ, അതായത് ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർക്കണം, ജാതി വ്യവസ്ഥയെ എതിർക്കണം, അതേസമയം സാമുദായിക ഉയർത്തിപ്പിടിക്കണം. ഇതാണ് സ്വതന്ത്ര സമുദായ കാഴ്ചപ്പാട് പൊതുവിൽ. അപ്പോൾ എനിക്കിങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഈഴവരിലെ സ്വതന്ത്ര സമുദായ കാഴ്ചപ്പാടിലെ ഒരു കാഴ്ചപ്പാടാണ്. സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നത് ഈഴവരുടെ സ്വതന്ത്ര സമുദായ കാഴ്ചപ്പാടിലെ ഒരു കാഴ്ചപ്പാടാണ്. മറ്റു ചില കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഏത് വിശ്വാസിക്കും ഇതിൻ്റെ ഒപ്പം നിൽക്കാവുന്ന. 36 വേറൊരു തമാശ ഉണ്ടാകുന്നുണ്ട്. 36 33 ശരിക്കും പറഞ്ഞാൽ SNDP സ്വതന്ത്ര സമുദായ പ്രഖ്യാപനം നടത്തുന്നത്. SNDP പ്രഖ്യാപിച്ചിട്ടുണ്ട്, സ്വതന്ത്ര സമുദായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. 36 ഇവരൊരു ചങ്ങനാശ്ശേരിയിൽ വെച്ചൊരു കോൺഫറൻസ് നടത്തുന്നുണ്ട് SNDP. ഈ കോൺഫറൻസിൽ വെച്ചിട്ട് 33ാം കോൺഫറൻസിൽ അവിടെ 36 നടന്നത്. അവിടെ വെച്ചിട്ട് ഇവർ ആർക്ക് വേണമെങ്കിലും മതം മാറാനുള്ള അവകാശം നൽകി. കാരണം അപ്പോൾ അത് സ്വതന്ത്ര സമുദായ കാഴ്ചപ്പാടാം. ഹിന്ദുമതം വിട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വതന്ത്ര സമുദായമായിട്ട് നിൽക്കാം. പക്ഷേ ആ കാലത്ത് നമുക്കറിയാം മതം മാറ്റം എന്ന് പറയുന്ന ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള ഒരു 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 വിമോചന പ്രക്രിയയായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. മതം മാറുക, വിമോചിക്കപ്പെടുക എന്നുള്ളതാണ് ഈഴവരുടെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള മതമാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പം ചങ്ങനാശ്ശേരി കോൺഫറൻസിൽ ഒരു തീരുമാനമെടുത്തു. എല്ലാ ആളുകളും, എല്ലാ മത വിശ്വാസികളും മത ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി, സിഖുകാർ വന്നു, എല്ലാവരും വന്ന് ചങ്ങനാശ്ശേരി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അയ്യപ്പൻ ഒരു പ്രമേയം അവതരിപ്പിച്ചു. അയ്യപ്പൻ അവതരിച്ച പ്രമേയം വെച്ചാൽ ആർക്ക് വേണമെങ്കിലും മതം മാറാം, ഈഴവരായിട്ടുള്ള ഏത് മനുഷ്യർക്കും മതം മാറാം, ഒറ്റ കണ്ടീഷൻ, ഈഴവരായിരിക്കും. നിങ്ങൾക്ക് ജൈനന്മാരാവാം, ക്രിസ്ത്യാനികളാവാം, മുസ്ലിങ്ങളാവാം, ആര് വേണമെങ്കിലും, പക്ഷെ നിങ്ങളുടെ സമുദായം ഈഴവരായിരിക്കും. ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമുദായവൽക്കരണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് സഹോദരനായവൻ മുന്നോട്ട് വയ്ക്കുന്നത്, ഇവിടെ കോട്ടായി കുമാരൻ മുന്നോട്ട് വയ്ക്കുന്നത്, ശ്രീകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ പുസ്തകത്തിൽ നമ്മളിതൊന്നും കാണാൻ പറ്റില്ല, ഈ തരത്തിലുള്ള ഒരു ചർച്ചയും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈഴവരുടെ സ്വതന്ത്ര സമുദായ ചർച്ച നടക്കുന്നത് ഇതിന് പുറത്താണ്, അകത്തല്ല നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അത് ചിലപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രശ്നമായിരിക്കില്ല. ഈ പുസ്തകം പിൽക്കാലത്ത് അങ്ങനെയാണ് വായിക്കപ്പെട്ടത്. അങ്ങനെയാണെന്ന് അതിലൊരു. പക്ഷേ മതപരിവർത്തനം ഒരു ഓപ്ഷനാണെന്നുള്ള നിലയ്ക്ക് വലിയ ചർച്ചയും വലിയ ഇടപെടലുകളും ആ കാലത്ത് SNDPക്കകത്ത് നടക്കുന്നുണ്ട്. ഉറപ്പായിട്ടും. ഏത് മതത്തിലേക്ക് പോകണം, സിഖ് മതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞവരുണ്ട്, ബുദ്ധമതത്തിൽ പോകണമെന്ന് പറഞ്ഞവരുണ്ട്, ഇസ്ലാമിലേക്ക് പോകണമെന്ന് പറഞ്ഞവരുണ്ട്, ക്രൈസ്തവതയിൽ പോകണമെന്ന് പറഞ്ഞവരുണ്ട്. ഒരു മതത്തിലും പോവാതെ ഇതിനെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്ന കുമാരനാശാനെ പോലുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ കാലത്ത് ഒരു പ്രധാന ചർച്ചാ വിഷയം മതപരിവർത്തനത്തെ എങ്ങനെ കാണണം എന്നുള്ളതാണ്. മതപരിവർത്തന രസവാദം എന്ന് പറയുന്നത് അന്നത്തെ ഒരു വലിയ ഡിബേറ്റിംഗ് പോയിൻ്റാണ്. കുമാരനാശാൻ ഒന്നും അങ്ങനെ മതം വിട്ടു പോകണ്ട, മതത്തെ ശുദ്ധീകരിച്ചെടുക്കാം, അങ്ങനെ ഒരു
എന്നുള്ളൊരു നിലപാട്, ഒരു ഗാന്ധിയൻ നിലപാടാണത്. ആ നിലപാടിൻ്റെ കൂടെയാണ് ആശാനൊക്കെ നിൽക്കുന്നത്. പക്ഷേ മറ്റു പലരും അങ്ങനെയല്ല. ഇസ്ലാമാണ് രക്ഷ എന്ന് പറഞ്ഞവരും, ക്രൈസ്തവതയാണ് രക്ഷ എന്ന് പറഞ്ഞവരും, ബുദ്ധമതത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞവരും ഒക്കെയാണ്. അതൊരു ആ കാലത്തൊരു വലിയ തീ പിടിച്ചൊരു ചിന്താധാരയും ഡിബേറ്റുമാണ്. ഇത് പക്ഷേ ആ നിലയ്ക്ക് ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത് ചില സൂചനകളുണ്ടെന്നല്ലാതെ ഒരു ഏത് മതമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു നിലപാടിലേക്ക് അത് പറയുന്നില്ല. അല്ല, ഈ പുസ്തകം പറയുന്നില്ല. ഈ പുസ്തകത്തിന്റെ കാഴ്ചപ്പാടല്ല. അങ്ങനെ പറയുന്നില്ല. ഇത് പക്ഷേ വളരെ ബ്ലണ്ടായിട്ട് ബ്രാഹ്മണ ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള, ബ്രാഹ്മണ ഹൈന്ദവതയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ ആക്രമണം. ഒരുപക്ഷെ അത്രയും രൂക്ഷമായ ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് അതുകൊണ്ടായിരിക്കും നിരോധിക്കപ്പെട്ടത്. കാരണം ഒരു വളരെ ആക്രമണോത്സവമായിട്ടാണ് അദ്ദേഹം ഈ ഹിന്ദു മതത്തിനകത്തുള്ള അനാചാരങ്ങളൊക്കെ കാണുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമുദായമല്ല, നായരെ പോലും അദ്ദേഹം നായർ സമുദായത്തെ പോലും വിമർശിക്കുന്നു. നായർ സമുദായം ബ്രാഹ്മണരുടെ ദാസ്യവേല ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നുള്ള വിമർശനമുണ്ട്. അത് അത്ര ചെറിയ വിമർശനമല്ല കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ. അപ്പോൾ അത്ര രൂക്ഷമായിട്ട് ഈ സാമുദായിക പ്രശ്നത്തെ കാണുകയും വളരെ തീവ്രമായിട്ട് അതിനെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ചെറിയ കാര്യമല്ല. കാരണം 1930കളിലെ ആ അന്നത്തെ ഒരു അന്തരീക്ഷം, അന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്തായിരുന്നു എന്ന് നമുക്ക് ഇന്ന് വായിക്കുമ്പോൾ ഇന്നും അത് വളരെ സ്ഫോടകാത്മകമായ ഒരു പുസ്തകമായിട്ട് നിൽക്കുന്നു. ആണ് ഈ പുസ്തകത്തിനോട് എനിക്കൊരു നെഗറ്റിവിറ്റി ഉള്ളതെന്ന് വെച്ചാൽ, ഒന്ന്, ഈഴവ സമുദായത്തിൽ നമുക്കറിയാം അരിപ്പുറം പ്രതിഷ്ഠ. അരിപ്പുറം പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീനാരായണൻ്റെ നേതൃത്വത്തിൽ ഒരു ദൈവശാസ്ത്രപരമായ ഒരു ഇടപെടലാണ്. മതം എന്ന് പറയുന്നതിനേക്കാൾ അതൊരു ദൈവശാസ്ത്രപരമായ ഇടപെടലാണ്. ഈ ദൈവശാസ്ത്രപരമായ ഇടപെടലോട് കൂടിയാണ് ഈഴവർക്കിടയിൽ ഒരു പുതിയ തരത്തിലുള്ളൊരു കാഴ്ച, പുതിയ തരത്തിലുള്ള സാമുദായിക ബോധം ഉണ്ടാകുന്നു. പിന്നീട് SNDP ഉണ്ടാകുന്നു. SNDP ഉണ്ടാകുമ്പോൾ PK ബാലകൃഷ്ണൻ പറയുന്നത് പോലെ ഒരു പുതിയൊരു സമുദായം ഉണ്ടാവുകയാണ്, പുതിയൊരു സമുദായം രൂപപ്പെടുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, PK ബാലകൃഷ്ണൻ പറയുന്നുണ്ട്, SNDP ഈഴവരെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതായത് ഈഴവർ SNDPയിൽ സംഘടിക്കല്ല ചെയ്തത്. SNDPയിലൂടെയാണ് ഈഴവർ എന്ന് പറയുന്ന ഒരു സമുദായം ഉണ്ടായത്. അങ്ങനെ ഒക്കെ രൂപപ്പെടുന്നൊരു കാലമാണ്. പക്ഷേ ഈ ഈഴവ സമുദായത്തിൻ്റെ ബേസ് എന്തായിരുന്നു? ഈ ഈഴവ സമുദായത്തിൻ്റെ ബേസ് യഥാർത്ഥത്തിൽ ഒരു കീഴാള ദൈവശാസ്ത്രപരമായ ബേസാണ് ഈഴവ സമുദായത്തിനുണ്ടായിരുന്നത്. ഇപ്പോൾ ധാരാളം 51 ക്ഷേത്രങ്ങളാണ് ശ്രീനാരായണഗുരു ഉണ്ടാക്കിയത്. 51 ക്ഷേത്രങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. ഈ 51 ക്ഷേത്രങ്ങളിലും അദ്ദേഹം ദൈവശാസ്ത്രപരമായ ഒരുപാട് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു തർക്കം, ഈഴവർക്കിടയിൽ ആ കാലത്ത് ഒരു തർക്കമാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കണോ വേണ്ടേ. ശ്രീനാരായണഗുരു വളരെ വ്യക്തമായ നിലപാടാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കണം നിലപാടുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ട എന്നുള്ള അഭിപ്രായം ഒരു സവർണ സമീപനായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ഇപ്പോൾ ബോധാനന്ദ സ്വാമികളായിട്ടുള്ള ആദ്യത്തെ തർക്കം തന്നെ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന്, മൂപ്പര് പ്രതിഷ്ഠിക്കേണ്ടെന്നോ ശ്രീനാരായണഗുരു പ്രതിഷ്ഠിക്കണമെന്നുള്ള അഭിപ്രായമാണ്. അങ്ങനെ പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബോധാനന്ദ സ്വാമികൾ തന്നെ പിന്നീട് സൃഷ്ടികൾ, ഒരുപാട് പ്രതിഷ്ഠകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈഴവരുടെ ഒരു കീഴാള ദൈവശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈഴവ സമുദായം നിലനിൽക്കുന്നത്. കാരണം സ്വതന്ത്രമായ ദൈവങ്ങൾ, സ്വതന്ത്രമായ ചിന്ത, ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട്, യുക്തിചിന്ത, അങ്ങനെ ധാരാളം ആളുകൾ, വ്യത്യസ്ത ആളുകൾ. നേരത്തെ നമ്മൾ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ഈഴവരുടെ കാഴ്ചപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞു. ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കും, വിശ്വാസിക്കും അവിശ്വാസിക്കും, നിർമ്മതനും ഒക്കെ നിൽക്കാവുന്ന ഒരു കാഴ്ചപ്പാടായിട്ട് ഈ സ്വതന്ത്ര സമുദായത്തെ കാണുന്നു. ഈഴവരെ തന്നെ SNDP തന്നെ അങ്ങനെ കാണുന്നു. ഈഴവർ എന്ന് പറയുന്നത് തന്നെ ഇതിനൊക്കെ ഉൾപ്പെടാവുന്ന ഒരു വിഭാഗമായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരാൾക്ക് വേണമെങ്കിൽ ഈഴവരായിട്ട് മതമല്ല, ഈഴവീകരിക്കാം. മതം മാറാന്ന് പറയാൻ പറ്റില്ല. പിച്ചനാട് കുറുപ്പന്മാരെ അവർ ചങ്ങനാശ്ശേരിയിലെ പിച്ചനാട് കുറുപ്പന്മാർ എന്ന് പറയുന്ന ഒരു കുടുംബത്തെ, ആ കുടുംബം എന്ന് പറയുന്ന ഒരു ജാതിയാണ് പിച്ചനാട് കുറുപ്പൻ എന്ന് പറയുന്നത്. അവർ ചങ്ങനാശ്ശേരിക്കാരാണ്. അവരെ ക്രിസ്ത്യാനികളാകാൻ പോകുന്ന സമയത്ത് മൂലൂരാണ് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഈഴവരാക്കി. മതം മാറ്റം എന്ന് പറയാൻ പറ്റില്ല, ഈഴവർ മതമല്ലല്ലോ. അപ്പോൾ സമുദായം മാറ്റുന്നു. അപ്പോൾ ശ്രീനാരായണഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് കീഴാള ദൈവശാസ്ത്രമാണ്. അതിൻ്റെ ഒരു ബേസ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു ബന്ധു, അദ്ദേഹം കുറേ കാലം ഇവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം എൻ്റെ ഒരു ഉപദേശം തരുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരിക്കലും സവർണ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല. നിനക്കിങ്ങനെ പോകണം നിർബന്ധമുണ്ടെങ്കിൽ പെരുങ്ങോട്ടേരിയോ കുറുക്കഞ്ചേരിയിലോ പോയാൽ മതിയല്ലോ.
അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിർബന്ധമുണ്ടെങ്കിൽ അവിടെ പോയാൽ മതി. ഇത് പേഴ്സണലി എന്നോട് എൻ്റെ ഒരു ബന്ധു ഒരിക്കൽ പറഞ്ഞിട്ടില്ല. അതിനാൽ എനിക്ക് അന്നത് മനസ്സിലായില്ല എന്താ അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ഈ ഈഴവ സമുദായത്തിലുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു കീഴാള ദൈവശാസ്ത്രം, ഈ സമാന്തര ദൈവശാസ്ത്ര സംവിധാനം പദ്ധതിയാണ്. തന്നെയാണ്. അതെ. ഈ ദൈവശാസ്ത്ര പദ്ധതിയിൽ ഈ ആരാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്? ശരിക്കും ഈ ദൈവശാസ്ത്ര പദ്ധതിയിൽ ഈ പറയുന്ന എല്ലാ മനുഷ്യരുണ്ടെന്നുള്ളതാണ്. അതായത് സഹോദരൻ അയ്യപ്പൻ പോലും അതിൻ്റെ ഭാഗമാണ്. സഹോദരൻ അയ്യപ്പൻ പോലും ഈ കീഴാള ദൈവശാസ്ത്ര പദ്ധതികളുടെ ഭാഗമാണ്. അതായത് ഒരേ സമയം ഒരു ഹിന്ദുത്വത്തിൻ്റെ ഹൈന്ദവതയുടെ ഒരു ബ്രാഹ്മണ്യത്തിനെ എതിർക്കുകയും അതേസമയം കീഴാളരോട് അടുത്ത് നിൽക്കുകയും കീഴാള ദൈവശാസ്ത്രത്തെ ഇവിടെ ചേർന്ന് നിൽക്കുകയും എന്നാൽ മതത്തിന് യുക്തിചിന്ത ഉണ്ടെന്ന് കരുതുന്ന തരത്തിലുള്ള ആളുകൾ കൂടിയായിരുന്നു അവർ. ഇങ്ങനെയുള്ള ആളുകളെ സമുദായത്തിൻ്റെ ബുദ്ധിജീവികളാണ് യഥാർത്ഥത്തിൽ കീഴാള ദൈവശാസ്ത്ര പദ്ധതിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ബുദ്ധിജീവികളാണ് ചെയ്തിരുന്നത്. കാരണം ഏത് സമുദായത്തിലും ഒരു തത്വചിന്ത പരമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ മുസ്ലിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഏറ്റവും ബുദ്ധിയുള്ള വിഭാഗം ആണ്. മുസ്ലിങ്ങളെ തന്നെ ഏറ്റവും ബുദ്ധിജീവികളാണ്. അതിലെ മതപരമായ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തുന്നത്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വ്യാഖ്യാനിക്കുന്നത്, ഇതൊക്കെ അതിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ മനുഷ്യരാണ്. അതുപോലെ തന്നെ ഈഴവരിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകളാണ് അവരുടെ ദൈവശാസ്ത്ര ചിന്തകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് ഈ ഈഴവരിലെ ആ കാലഘട്ടത്തിൽ ഒരു യുക്തിവാദത്തിന് വലിയൊരു പ്രാധാന്യം കണ്ടു. ഈ യുക്തിവാദത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ ആളുകൾ മുഴുവൻ സ്വതന്ത്ര സമുദായവാദികൾ കൂടിയായിട്ടുള്ള ഈ ആളുകൾ മുഴുവൻ യുക്തിവാദികളായോടുകൂടി ഈ ദൈവശാസ്ത്ര ചിന്തയ്ക്ക് ഒരു പിന്നോട്ട് പോവുകയും ഇവർ നാഥനില്ലാത്ത സമുദായത്തെ പണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ നേതാക്കന്മാരില്ലാത്ത ഒരു കീഴാള ദൈവശാസ്ത്ര പദ്ധതിയായിട്ട് പിന്നീട് അത് മാറി. ഇത് അയ്യങ്കാളി പ്രസ്ഥാനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അയ്യങ്കാളി പ്രസ്ഥാനം തകർച്ചയിൽ ഒരു കാരണമായത് ശീതങ്കൻ എന്ന് പറയുന്ന ഒരു നേതാവ് കർഷക തൊഴിൽ പ്രസ്ഥാനം ഉണ്ടാകും. അതോടുകൂടി സാമുദായികതയുടെ യുക്തി ഇല്ലാതാവുകയും പൊതു ഇതിൻ്റെ ഭാഗമായിട്ട് മാറി. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ഈഴവ ക്ഷേത്രങ്ങളും ഇന്ന് ബ്രാഹ്മണ്യത്തിൻ്റെ പിടിയില്ല. എന്നോട് 80കളിലാണ് എൻ്റെ ബന്ധു ശക്തമായി പറഞ്ഞത് നീ ബ്രാഹ്മണ ക്ഷേത്രങ്ങളിൽ പോകാൻ പാടില്ല. 80കളിൽ എന്നോട് എൻ്റെ ഒരു ബന്ധു പറയുന്നത്. ഇന്ന് ഒരു ഈഴവൻ പോലും അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നു. അവർ ഈഴവ ക്ഷേത്രങ്ങളിൽ കൂടി ബ്രാഹ്മണവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ കീഴാള ദൈവശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഈ പറയുന്ന ബുദ്ധിജീവികളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ സ്വതന്ത്ര സമുദായം പോലെയുള്ള ഈ പുസ്തകം ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ സ്വതന്ത്ര സമുദായ ചർച്ച ഞാൻ പറയില്ല. കാരണം വെച്ചാൽ അത് പ്രത്യേക നിയോജകമണ്ഡലങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. ഈ ദൈവശാസ്ത്ര പദ്ധതി അവരിൽ നിന്ന് വിട്ടുപോവുകയും പതുക്കെ പതുക്കെ നാഥനില്ലാത്ത നേതാക്കന്മാരില്ലാത്ത സമുദായമായിട്ട് ഈഴവർ മാറുകയും സ്വാഭാവികമായും അതിലെ വിശ്വാസികളായുള്ള ആളുകൾ ചെയ്യുന്നത് വെച്ചാൽ തൊട്ടടുത്ത ഒരു ഇതിലേക്ക് പോകും, തൊട്ടടുത്ത സാധ്യതകളിലേക്ക് പോകും. അങ്ങനെ ബ്രാഹ്മണിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നേരത്തെയും ബ്രാഹ്മണിക്കലായിട്ടുള്ളൊരു സമുദായം കൂടി നിൽക്കാൻ ശ്രമിച്ചിരുന്നൊരു സമുദായം തന്നെയാണ് ഈഴവരിലെ പല ആളുകളും. അത് പല ആളുകളും പറയുന്ന പോലെ ആ കാലത്ത് ഈഴവർ കടുത്ത ബ്രാഹ്മണ വിരുദ്ധരൊന്നും ആയിരുന്നില്ല. 1904 തന്നെ നെയ്യാറ്റിൻകരയിലെ പല സമ്പന്ന ഗ്രഹങ്ങളിലും ബ്രാഹ്മണരാണ് പൂജയൊക്കെ നടത്തിയിരുന്നത്, കല്യാണങ്ങൾക്ക് നടത്തിയിരുന്നത്. അങ്ങനെയൊക്കെ ആളുകൾ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു ആ കാലത്ത് ഒന്നും ഇല്ല എന്ന് പറയുന്നതും ഇപ്പൊ പറഞ്ഞു ചേർന്നത് തെറ്റാ. അതിനെ പ്രതിരോധിക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്തത്. അങ്ങനെ ഉണ്ടായിരുന്ന പല പ്രവണതകളെയും പ്രതിരോധിച്ചുകൊണ്ടാണ് മുന്നോട്ട്. അപ്പൊ ഇങ്ങനൊരു നാഥനില്ലാത്തൊരു കളരിയായിട്ട് സ്വതന്ത്ര സമുദായ പ്രസ്ഥാനം അതിന് കൂടി ഒരു കാരണമായി മാറി എന്നുള്ളൊരു വിമർശനം എനിക്ക് ഈ പുസ്തകത്തോടുണ്ട്. പിന്നീട് MP ഒക്കെ ആയ MK കുമാരൻ ഈ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പിന് എഴുതിയ അവതാരികയിൽ പറയുന്നൊരു കാര്യം SNDPയെ കുറിച്ചാണ്. SNDP ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് അതൊരു രാജദ്രോഹ പ്രസ്ഥാനമാണ്, വളരെ വിപ്ലവകരമായ ഒരു പ്രസ്ഥാനമാണ്, സർക്കാരിൻ്റെ എതിർപ്പ് നേരിടുന്നൊരു പ്രസ്ഥാനമാണ്. ആ കാലത്താണ് ഈ മാധവൻ അതിൻ്റെ സംഘടനാ സെക്രട്ടറി ആവുന്നത്. ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തു എന്നുള്ള MK കുമാരൻ പറയുന്നുണ്ട്. അദ്ദേഹം ബ്രാഹ്മണ ഭക്തിയാകുന്ന മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ നിന്നും ഈഴവരെ മോചിപ്പിച്ചു. ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് വെച്ച് നോക്കുമ്പോൾ അന്ന് ചിന്തിക്കുന്ന ഈഴവരൊക്കെ ഈ ശ്രുതികളും സ്മൃതികളും ഒക്കെ ചോദ്യം ചെയ്യുകയും സനാതനം എന്ന് കരുതപ്പെട്ടിരുന്ന വിശ്വാസങ്ങളെ തള്ളിക്കളയുകയും പരസ്യമായിട്ട് എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് SNDPയുടെ നേതൃത്വത്തിലുള്ളവർ തന്നെയാണ് അത് തിരിച്ചു. ചരിത്രത്തിൻ്റെ ഈ ഒരു വിരോധാഭാസം. അപ്പം ഈ ഒരു വിരോധാഭാസം കൂടി കാണുമ്പോഴാണ് നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് കുറേ കൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കാരണം
അന്നത്തെ ഒരു വളരെ പ്രക്ഷുബ്ധമായ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ബ്രാഹ്മണ്യത്തിനെതിരെ ഒരു സമുദായം നടത്തിയ സമരത്തെ അതിനെ നയിച്ച ആളുകൾ, അവരുടെ പിന്മുറക്കാർ അതേ ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെടുകയും വളരെ അക്രമാസക്തമായ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അതിൻ്റെ സാംസ്കാരികതയൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൻ്റെ കാലത്താണ് അത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിൽ വീണ്ടും വീണ്ടും സ്വതന്ത്ര സമുദായത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വീണ്ടും വീണ്ടും പുതിയ പതിപ്പുകൾ വരികയും ചർച്ച ചെയ്യപ്പെടുകയും ഇതിലെ ബ്രാഹ്മണ്യ വിമർശനം എന്ന് പറയുന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പുസ്തകത്തിലെ കാതൽ. കേന്ദ്രം എന്ന് പറയുന്നത് കോറത. ആ ബ്രാഹ്മണ്യ വിമർശനം പുതിയ കാലഘട്ടത്തിലും നമ്മൾക്ക് സ്വീകാര്യമായിട്ടുള്ള വിമർശന പദ്ധതിയാണ്. അതേസമയം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് അതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ തിരുവനന്തപുരത്തെ മുറജപത്തിൻ്റെ കണക്കുകൾ വലിയ തുകയാണ്. മുറജപത്തിന് വേണ്ടി ബ്രാഹ്മണരെ കൂട്ടാൻ വേണ്ടി രാജാവ് ഖജനാവെന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. കൊച്ചിയിൽ അതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷക്കണക്കിന് രൂപ പൊതു ഖജനാവെന്ന് എടുത്തിട്ട് ബ്രാഹ്മണരെങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനൊക്കെ, അതൊക്കെ ആ കാലത്ത് പറയുന്നത് ഒരാളെ ഗവൺമെൻറ്റിനെ ഏത് നിലയ്ക്കും ജയിലിലിടാവുന്നൊരു കാലമാണ്. അതുകൊണ്ടാണ് നിരോധിക്കപ്പെട്ടിട്ടുണ്ടാവും. ഈ പുസ്തകം നിരോധിച്ചതിൻ്റെ കാര്യം അതായിരിക്കും. അപ്പം അത്ര സൂക്ഷ്മമായിട്ട് ഈ ഒരു ബ്രാഹ്മണ വ്യവസ്ഥയെ, ബ്രാഹ്മണ ഹിന്ദു മതത്തിൻ്റെ വ്യവസ്ഥയെ, അതിൻ്റെ ശീലങ്ങളൊക്കെ ഈ മതം ചോദ്യം ചെയ്യുന്നു. അത് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഞാൻ കാണും, പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണും. അതോടൊപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഈഴവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിച്ചതിലും അതുണ്ട് ഒരു യുക്തിവാദ പങ്ക് ഈ സ്വതന്ത്ര സമുദായത്തിൽ ഉണ്ടെന്നാണ് ഞാൻ ഉണ്ടാവുന്നത്. അവർക്ക് മുമ്പിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെയുള്ളത് ബദല് സോവിയറ്റ് മോഡലിലുള്ളൊരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയാണ്. അതാണ്. അപ്പം അതിലേക്കാണ് പിന്നീട് കേരളീയ സമൂഹം 40കളിൽ 39 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ലെനിനെക്കുറിച്ചും ബോൾഷെവിക് വിപ്ലവത്തെക്കുറിച്ചും ഒക്കെ ആ നിലയ്ക്ക് പറയപ്പെടുന്നത് ഈഴവരാണ് ആ പുസ്തകത്തിൽ എം കെ കുമാരൻ ഈഴവനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ ഈഴവരെ ലെനിന്റെ ഇത് അച്ചടിച്ചിട്ട് ഒരു പുസ്തകത്തിൽ അച്ചടിച്ചു വന്നത് ഇവർ തന്നെയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതൊരു എങ്ങനെ ഈഴവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിയെന്ന് അത് ശരിയോ തെറ്റോ, അതിന്റെ അത് എത്ര ഗുണകരമായ പ്രവേശിക, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ സ്വതന്ത്ര സമുദായം അതിനൊരു വഴിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.